മീഡിയ. സോഷ്യൽ മീഡിയ ഞാൻ ഹെയ്ദിയുടെ വീഡിയോ കണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയാതെ തന്നെ അറിയായിരിക്കും ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ല 2-3 ദിവസങ്ങളായിട്ട്, ഒരു 5 ദിവസമായിട്ട് തന്നെ മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും ആ പ്രശ്നങ്ങളുണ്ടാക്കിയ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് കാരണഭൂതരായിട്ടുള്ള ആൾക്കാരുടെ യൂട്യൂബ് വ്ളോഗേഴ്സ്, ഫാമിലി വ്ളോഗേഴ്സായിട്ട് അവരറിയപ്പെടുന്നത്. പ്രവീൺ പ്രണവ് എന്നറിയപ്പെടുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് അവർ ഭയങ്കരമായിട്ടുള്ള കോൺട്രവേഴ്സിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഹെയ്ദിയുടെ വീഡിയോ കണ്ടിരുന്നു. ഞാനത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്, താങ്കളുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൽ ഇന്ന് കുറേ യൂട്യൂബേഴ്സ് അതിൽ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസിസവും വന്ന് ചാനലിൽ നിന്ന് അങ്ങോട്ട് മെഴുകുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെ അങ്ങോട്ടിരുന്ന് പറയുകയാണ്. അവർ എന്താണ്, അതായത് രണ്ട് കൂട്ടരുത്, അവരുടെ ഫാമിലി മൊത്തത്തിൽ രണ്ടായി മാറി. അതായത് ഭയങ്കര സന്തുഷ്ട ഫാമിലിയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചിരുന്ന ഈ പറയപ്പെടുന്ന ഫാമിലി, ഈ പ്രവീണിൻ്റെ ഫാമിലി, അത് രണ്ടായിട്ട് മാറി. പുള്ളിക്കാരൻ്റെ അനിയനും ഫാമിലിയും, അച്ഛനും അമ്മയും ഒരു സൈഡിൽ, പുള്ളിക്കാരനും വൈഫും ഒരു സൈഡിലെന്ന നിലയിൽ ആദ്യം ഒരു കുഞ്ഞ് ഫാമിലി വടക്കെന്ന നിലയിൽ ആൾക്കാരെ കാണിപ്പിച്ചിരുന്ന സംഭവം ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ പോലെ അങ്ങ് കടന്ന് തിരമാല പോലെ കടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും താങ്കളുടെ കമൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിലെ ഒരു കോൺട്രവേഴ്സിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിഷയം എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നാലും നമ്മൾ ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി, എൻ്റെ ഒരു പൊളിറ്റിക്സ്. അപ്പം ഈ പറഞ്ഞ പോലെ ഗർഭിണിയായ ഒരു സ്ത്രീയെ രാത്രിയിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഡെലിവറി ഡേറ്റ് അടുത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഇറക്കി വിടുക, അവർക്ക് മെൻ്റൽ ബ്രേക്ക് ഡൗൺ നൽകുക, ഇമോഷണലി അവർ ഇമോഷൻസിനെ കൺസിഡർ ചെയ്യാണ്ട് അവരെ ഫിസിക്കലി എന്താ പറയുക ഡൊമസ്റ്റിക് വയലൻസ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിനെ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം ഇത്രയും വ്യൂവർഷിപ്പ് ഉള്ള ഒരു ചാനലിൽ വളരെ ഹാപ്പി കോണ്ടൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഹാപ്പി കോണ്ടൻസ് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന, അതിലൂടെ പല കാര്യങ്ങളും അവർ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചെറിയ രീതിയിലൊന്നും അല്ല. അപ്പം അത്രയും നല്ല രീതിയിൽ എല്ലാവരും ഭയങ്കര ഇൻസ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഭയങ്കര, ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അടിപൊളി ഫാമിലിയാണ്, ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷം നൽകുമായിരുന്നു അവരുടെ വീഡിയോസ് കാണുമ്പോൾ. പെട്ടെന്നൊരു പോയിന്റിൽ ഫാമിലി സ്പ്ലിറ്റ് ആകുന്നു. സാധാരണ നമ്മൾ ഈ കേട്ട് പഴക്കമുള്ള കാര്യങ്ങളാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞെന്നാൽ മൂത്ത മോനും മരുമകളും മാറിപ്പോകും എന്നൊക്കെ പലരും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ശരിക്കും ഇങ്ങനെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇവർ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. അതിൽ ഏറ്റവും സങ്കടം തോന്നിയത് അവർക്ക് ഫിസിക്കൽ അബ്യൂസ് നേരിട്ടതിൽ ആണ്. കാരണം ദേഹോപദ്രവം ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭിണിയായൊരു സ്ത്രീ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു കാര്യം. ബാക്കി എല്ലാ ഫാമിലി പ്രശ്നങ്ങളും സർക്കംസ്റ്റാൻസസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ നേരിടുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ അവരെ അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന, അവരെയും അത്രയും ആരാധനയോടെ കണ്ടിരുന്നാലും അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവരിലേക്ക് എത്തുന്ന മെസ്സേജ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ ആ കുട്ടിക്ക് നേരിട്ടതിൽ ഭയങ്കര ക്ഷമ, അതുപോലെ തന്നെ മോർ പവർ ടു ഹെർ. അതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് മെയിൻ ആയിട്ടും. ഹെയ്ദി ശരിക്കും ആ പ്രണവിനെയും പ്രവീണിനെയും വൈഫിനെയും, അതായത് മൃദുല എന്നറിയപ്പെടുന്ന ആ പെൺകുട്ടിയെയും ഒരു ഇരയായിട്ട് കണക്കാക്കുന്നു. ഡെഫിനറ്റ്ലി അവര് അങ്ങനെ അബ്യൂസിന് മൃദുല എന്ന് പറഞ്ഞ കുട്ടി ഡൊമസ്റ്റിക് വയലൻസിന്റെ പ്രവീണിന്റെ വൈഫ്. അതെ അതെ. പക്ഷെ അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ചാനലിൽ അവരിൽ മൊത്തത്തിൽ ആൾക്കാരെ എല്ലാവരും കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഒരു 5 ദിവസമേ ആയിട്ടുള്ളൂ, കൂടി മാക്സിമം ഒരാഴ്ച ആയിട്ടുള്ളൂ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ട്. അതിന് മുമ്പ് വരെ താങ്കൾ പറയുന്ന പോലെ ഭയങ്കര സന്തോഷിച്ചിരുന്ന, അതായത് പെണ്ണ് കാണലും, ഇവരുടെ ചാനലിന്റെ തുടക്കം തൊട്ട് ഞാനത് പഠിച്ചിരുന്നതാണ്. ചാനലിന്റെ തുടക്കവും പെണ്ണ് കാണൽ, കല്യാണം, വളകാപ്പ്, അങ്ങനെ സകല കാര്യങ്ങളും ഈ പറയപ്പെടുന്ന കൊച്ചു എന്നറിയപ്പെടുന്ന അനിയനുമായിട്ടും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ കാണിച്ചിരുന്ന, ഷോ ഓഫ് ചെയ്തിരുന്ന ഒരു ഫാമിലി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്ക് എന്ത് മോറൽ സൈഡാണ് ഈ പറയുന്ന വ്ളോഗർ ഫാമിലി, താങ്കളുടെ അഭിപ്രായം ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു ഇൻസ്പയർ ആയിരുന്നു, എന്ത് ഒരു മോറൽ സൈഡാണ് താങ്കൾക്ക് അവർ തന്നത് ഇവരുടെ ഈ വീഡിയോയിലൂടെ കണ്ടത്? ഇവർ ദേ ആർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ആ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണെന്ന് ഇപ്പോഴുള്ള സംഭവങ്ങൾ കണ്ടിട്ട് തോന്നുന്നില്ലേ? അഭിനയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ പുറത്ത് കൊണ്ടുവരുന്നത് നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇപ്പൊ ഏതൊരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും, എസ്പെഷ്യലി യൂട്യൂബ് വ്ളോഗേഴ്സ് ആണെങ്കിൽ, അവർക്ക് ഓഡിയൻസിന്റെ അടുത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ ഈ ഓഡിയൻസിനെ നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റും അതിൽ കുറച്ച് എത്തിക്സ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, അതിൽ നമ്മൾ ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് എന്തായാലും ഇതിൽ വന്നിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് കാണിക്കുകയും ഓരോ എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കുകയും ഓഡിയൻസിനെ പിടിച്ചു നിർത്തുകയും അവരുടെ
സ്നേഹവും ഇതിൽ എന്താ പറയുക പിടിച്ചു പറ്റുകയും ചെയ്യും. അപ്പോൾ വൈ ബിക്കോസ് ഞാൻ ഈ ഒരു ഫാമിലീനെ എനിക്ക് ഇൻസ്പയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി വെച്ചിട്ടോ വാട്ടവർ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഫാമിലി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നും എക്സ്ക്ലൂഡഡ് ആകപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഇപ്പം പ്രവീണും അതുപോലെ തന്നെ മൃദുലയും അനുഭവിക്കുന്ന ആ ഒരു മാറ്റി നിർത്തൽ, പുറത്താക്കപ്പെടൽ ഒക്കെ ജീവിതത്തിൽ 10 വർഷം മുന്നേ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതിന് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവരുടെ ഫാമിലിയിൽ കാണുന്ന ഹാപ്പിനെസ് ഒക്കെ വളരെയധികം നമുക്കത് ക്ഷമിക്കുക, ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പറഞ്ഞല്ലോ താങ്കളുടെ ഫാമിലി തന്നെ താങ്കൾ പറയുകയും ചെയ്തൊരു എക്സെപ്ഷണൽ കേസ് ആണെന്ന് കരുതിയത് കൊണ്ടാണ് അവർ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. അതിന് അവരുടേതായ റീസൺസ് അവർക്കുണ്ടാകാം, ഈ പറയുന്ന പോലെ അംഗീകരിക്കാൻ പറ്റാത്തത് മൈറ്റ് ബി. അതുകൊണ്ടാണല്ലോ അതൊരു വേദനയായിട്ട് ഹൃദയത്തിൽ കിടപ്പുണ്ട് താങ്കളുടെ കേസ് എടുക്കുമ്പോൾ. പക്ഷേ ഈ പറയപ്പെടുന്ന പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ കേസുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവർ ഹാപ്പിലി ആയിട്ട് ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് വ്ളോഗൊക്കെ ചെയ്ത് തിമിർത്താടി കുറെ കാശൊക്കെ ഉണ്ടാക്കി കുറെ ഫെയിം ഒക്കെ ആയിരുന്നവരെ അവരുടെ അച്ഛനും അമ്മ വീഗാലാൻഡിലൊക്കെ പോയി കിടന്നിട്ട് അടിപൊളിച്ച് അർമാദിക്കുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. അവരവിടെ അത്രയും ഫൈനാൻഷ്യലി ഫിറ്റ് ആയിട്ടുള്ള മോണിറ്ററി ബെനിഫിറ്റ്സ് ഒരുപാട് കിട്ടുന്ന യൂട്യൂബും ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കോണ്ടന്റ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് പൈസക്ക് ദാരിദ്ര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യം സെക്കൻഡറി ആണ്. പെട്ടെന്ന് ഇപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ടീനേജിൽ ഇറങ്ങേണ്ടി വന്ന പോലത്തെ സിറ്റുവേഷൻ ആവുന്നില്ല പ്രവീണിനും മൃദുലയ്ക്കും ഉണ്ടാവും. ഓഫ് കോഴ്സ് ഐ ഹാവ് സ്ട്രഗിൾഡ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഇമോഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മള് ഇപ്പൊ മൃദുല എന്ന് പറഞ്ഞ ആളുടെ ബയോളജിക്കൽ പോയിട്ടുള്ള ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ശാരീരികാവസ്ഥയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. സോ ഒബിയസ്ലി അവിടെ പോസിബിലിറ്റി ഉള്ള കാര്യമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്. അപ്പൊ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിക്ക്, അതായത് പ്രസവം കഴിഞ്ഞ് ആദ്യം കിട്ടേണ്ട ഒരു കെയറും അതുപോലെ തന്നെ ഒരു സമാധാനവും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ഉറക്കം കിട്ടാതെ വീട്ടിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങി ആരുടെ കൂടെയായിരുന്നു കംഫർട്ട് സോൺ, ആ കംഫർട്ട് സോണിൽ നിന്നും ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ച് പുറത്തേക്ക് വന്നിട്ട് പിന്നീട് സമാധാനമല്ലേ എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഈ ഏതൊരു യുദ്ധം എടുത്ത് നോക്കിയാലും സമാധാനത്തിന് വേണ്ടി നടന്നതായിട്ടാണ് ഞാൻ. തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് വളരെ കറക്റ്റ് ആണ്. പക്ഷേ സാധ്യ അതിൽ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മാസം വരെയും അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അതിനു മുമ്പ് വരെ, അതായത് 8.5 മാസം വരെയും ഈ വളകാപ്പ് വരെയും അവർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അവർ കാണിക്കുന്നത് അങ്ങനെയാണ്. എന്റെ ചോദ്യം, എല്ലാവരും ഹാപ്പി സൈഡ് അല്ല കാണിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ ഹാപ്പി സൈഡ് കാണിക്കുമ്പോൾ ഈ മോശം സൈഡ് കാണിച്ചും ഇവർ നമ്മളുടെ പിന്നീടുള്ള വീഡിയോ നോക്കിയാൽ എനിക്ക് അറിഞ്ഞൂടാ. നിർബന്ധിതരാവുകയാണ് ചെയ്തത്. കാരണം ഇവർ കാറിൽ വെച്ച് ചെയ്തിട്ടുള്ള വീഡിയോയിലും കുറ്റപ്പെടുത്തി പറയുന്നില്ല, അവരുടെ ഇമോഷനാണ് പറയുന്നത്. പിന്നെ ഇത് കമന്റ്സ് വരികയല്ലേ, എന്താ അവരെ കാണുന്നില്ല, ഇവിടെ വന്നില്ല. അപ്പൊ നമ്മുടെ ക്യാരക്ടർ അസാസിനേഷനും അതിനകത്ത് പ്രവീൺ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അഡ്രസ് ഇല്ല, എന്റെ കുഞ്ഞിന് അഡ്രസ് എന്ത് എഴുതണമെന്ന് ഞാൻ ചിന്തിച്ചൊരു മൊമെന്റ് ആയിരുന്നു അത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ്, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് മറ്റു ഫാമിലി, അതായത് ഇവരുടെ ബ്രദറും അച്ഛനും അമ്മയും കൂടെ വന്നു. അതിനുശേഷമാണ് ഈ പറയപ്പെടുന്ന പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തി ഈ അബ്യൂസിന്റെ വീഡിയോ പുറത്തിരുന്നത്. അപ്പോൾ അതെന്താണ് അതിന്റെയൊക്കെ അർത്ഥം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോയുടെ വ്യൂസ് ശ്രദ്ധിച്ചോ, 50 lakhs. ഇപ്പോൾ ഒരു 60 lakhs ആയി കാണും ഈ പ്രവീൺ ഇട്ട വീഡിയോ. മേ ബി 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം എന്ന് പറഞ്ഞ വ്യൂവർഷിപ്പിൽ നിന്നും 50 lakhsലേക്ക് അടിച്ച് കയറണമെങ്കിൽ മേ ബി ഇവരുടെ ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആയിക്കൂടെ, അല്ലെങ്കിൽ അത് ജനങ്ങൾ അതിനൊരു ഇന്റൻഷനോടുകൂടി ചെയ്യിപ്പിച്ചായിക്കോളൂ എന്ന് ഞാൻ ചോദിച്ചാൽ എന്താ പറയാ? ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നു ഈ നമ്മുടെ പ്രവീണ് അത്ര ബുദ്ധിയില്ലാത്ത ആളല്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ മോറൽ സൈഡും അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റും മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർ തന്നെ നാളെ അവർ ഒന്നിക്കുന്ന ഒരു പോയിന്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ സോക്കോൾഡ് ഫാമിലി ഡ്രാമ കാണിച്ചിട്ട് ഈ സീരിയലിന് വളരെ പാരലായിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ആയി മാറില്ലേ ഈ യൂട്യൂബ് ചാനലിൽ? ഞാനത് ചോദിക്കാനുള്ള കാരണം, അതായത് എന്തിനു വേണ്ടിയിട്ടും ആൾക്കാർ ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള, ഇത്രയും മില്യൺ സബ്സ്ക്രൈബേഴ്സ് 43 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആൾക്കാരാണ്. ആ ഉള്ള ആള് വന്നിട്ട് അവര് എടുത്ത് പൈസക്ക് ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറെ പൈസ ഉണ്ടാക്കാം എന്നുള്ള ഈ ഒരു വീഡിയോ വെച്ച് ഹിറ്റ് ആക്കാം എന്നുള്ള വെച്ചാൽ ഇമോഷനെ വിൽക്കുന്നതാകാം എന്നുള്ള ആ ഒരു കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യത്തിൽ ചിന്തിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒരിക്കലും ഒരു ഗർഭിണി ഇതിന് കൂട്ടു നിൽക്കില്ല. കുട്ടി ജനിച്ച ആ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോണ്ടന്റ് വന്നിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കില്ല. ഇത് നാടകമായിട്ടൊന്നും എനിക്ക് വെക്കാൻ പറ്റില്ല. ഒരു ജെന്യൂനിറ്റി ഉണ്ട്, ഇതൊരു ജെന്യൂൻ കേസ് തന്നെയാണ്. അവർ കടന്നു പോകുന്ന ഒരു അവസ്ഥ കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ ഒരു മാനസികാവസ്ഥ എത്രയൊക്കെ പറഞ്ഞാലും സമാധാനമില്ല, ഉറക്കമില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് വളരെയധികം ഇന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിലൊരു മനുഷ്യന്റെ വൾണറബിൾ സിറ്റുവേഷനെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രവീണ് ഒരിക്കലും ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാണ്, അതായത് ബേസിക് ആയിട്ട് കോമൺ സെൻസ് ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
അവര് യെസ്, അതൊരു പോയിന്റ് തന്നെ. അവർ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ബുദ്ധി കൂടിയ ആളാണോ? അത് കാരണം വേറൊന്നും കൊണ്ടല്ല. ഈ പറയുന്ന ഒരു വിഷയം, ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന സംഭവം ചില്ലറ കളിയല്ല. അല്ല അതിനകത്ത് അവർ കാണിക്കുന്നുണ്ട്, എന്റെ അച്ഛൻ അടിച്ചത്, അടിച്ചു സഹോദരൻ പിടിച്ചു ഡെഫിനറ്റ്ലി നിർത്തി അടിപ്പിച്ചു, മുണ്ടൂരി അടിച്ചു, പിന്നെ വൈഫ് ഭയങ്കര കരച്ചിലായിട്ടൊക്കെ. എനിക്ക് ആക്ച്വലി പറയുന്നതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരുടെ അടി വന്ന് ചിലപ്പോൾ ചീത്ത വിളിക്കാറ്. എന്നിരുന്നാലും അവരുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി ഓവർ ആക്ടിങ് അല്ലേ, അങ്ങനെയാണ്, അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ബേസിക്കലി. എങ്ങനെ പറയാൻ പറ്റും ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, കാരണം അവര് ഇങ്ങനെ ഈ പറഞ്ഞ കോമൺ സെൻസിന്റെ കേസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന ഒരാൾ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? ഫാമിലി മെമ്പർ ആണ് ഈ പ്രവീൺ. എപ്പോ വന്നിട്ടാണ് അപ്പൊ പിന്നെ എന്തിനും അവരെ തേജോവധം, ഫാമിലി മെമ്പർ കൺസിഡറേഷൻ എന്തുകൊണ്ട് തേജോവധം ചെയ്യാനായിട്ട് അവരൊന്ന് ക്യാമറ മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പോയി? ആദ്യം വന്നിട്ട് പറഞ്ഞിട്ടുള്ള സേഫ് ആക്കി തന്നെയാണല്ലോ, ബാക്കി സ്വന്തം സിബ്ലിങ്സിനെ സേഫ് ആക്കി തന്നെയാണ് പ്രവീൺ ആദ്യം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഫാമിലി, ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫാമിലി മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള വീഡിയോയിന്റെ ഇമ്പാക്റ്റ് ആണ് ഈ ഒരു പെൺകുട്ടിയുടെ മേത്ത് ഒരുപാട് കാര്യങ്ങൾ ചാപ്പ കുത്തപ്പെടുന്നു. അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അവരുടെ ഭാഗത്ത് ജെന്യൂനിറ്റി കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിന് എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല. ആൻഡ് ഈ ഒരു കേസിൽ നമ്മൾ എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗർഭിണി എന്നിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതായത് ഫിസിക്കലി അവർ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവരെ മർദ്ദിക്കുന്നതും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറയാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫാമിലി മെമ്പറാണ്. ഒരുമിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ഒരുമിച്ച് കൂടെ ജീവിക്കുന്ന ഫാമിലി, അച്ഛനും അമ്മയും സഹോദരനുമാണ്. അവർക്കെതിരെ എങ്ങനെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ആക്ഷൻ എടുക്കാനും പോലീസിൽ കൊണ്ടുപോകാനും ഒക്കെ പലർക്കും പറ്റണമെന്നില്ലല്ലോ.